നമസ്കാരം. പലപ്പോഴും 40-45 വയസ്സിന് ശേഷം ഈ ശരീരത്തിലെ വേദനയും നീർക്കെട്ടും തരിപ്പും മരവിപ്പും ഒന്നും ഇല്ലെങ്കിൽ ഇത്രത്തോളം നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും തന്നെ. ഇതിനെയൊക്കെ തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കാലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ടായിട്ടാണ് പരിഗണിക്കുന്നത്. ഹൃദയം ഉള്ള നമ്മുടെ ഓക്സിജനെയും പോഷകങ്ങളെയും എല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കുന്നുണ്ട്. എന്നാൽ കാലുകളുടെ സർക്കുലേഷൻ കാലിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ കാലിൽ നിന്നും ഒക്കെ മുകളിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് എത്തിക്കാൻ സഹായിക്കുന്നത് കാഫ് മസിൽസ് ആണ്. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് മസിൽ പിടുത്തം, കോച്ചി പിടുത്തം എന്നൊക്കെ പറയാറില്ലേ, ഉറക്കത്തിലുണ്ടാവുന്ന മസിൽ കയറ്റം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കാലിൻ്റെ ആരോഗ്യം കൂട്ടാനും ഇതുപോലുള്ള തരിപ്പ് മരവിപ്പ് ഏതെങ്കിലും ഭാഗത്ത് കാല് വെച്ചാൽ പിന്നീട് ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാലിൽ വേദനയോ തരിപ്പോ മരവിപ്പോ ഒക്കെ കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ട്, ജോയിന്റുകളിലൊക്കെ തന്നെ വേദന ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് വരിക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കഴുത്തനക്കാൻ പറ്റാത്ത അവസ്ഥ, കൈ പൊക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. പെട്ടെന്ന് ആശ്വാസം തരുന്ന രീതിയിലുള്ള നല്ല 3 ആയുർവേദ ഓയിലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ ഓയിലാണ് കൊട്ടൻ ചുക്കാദി തൈലം എന്നുള്ളത്. ആർത്രൈറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സയാറ്റിക്ക, അല്ലെങ്കിൽ മസിൽ പെയിന്, സ്പോണ്ടൈലോസിസ്, കഴുത്തിനൊക്കെ വരുന്ന വേദന, നീർക്കെട്ട്, മുട്ടിലോ കൈമുട്ടിലോ ഒക്കെ തന്നെ ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത്, ടെന്നീസ് എൽബോയുടെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, ഇത്തരം തരിപ്പ് മരവിപ്പ് പെയിന്, ആ ഒരു സ്റ്റിഫ്നെസ്, ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തൈലം ഏതാണെന്ന് അറിയണ്ടേ? അതാണ് കർപ്പൂരാതി തൈലം. തരിപ്പ് മരവിപ്പ് വേദന നീർക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. അതിന് പുറമെ ആസ്മ രോഗികളായിട്ടുള്ളവരുണ്ടാവും, ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ്. തേച്ചു കുളിക്കാനും, അല്ലെങ്കിൽ മൂക്കടപ്പ് പ്രശ്നങ്ങൾ, സൈനസൈറ്റിസ് ഒക്കെ വന്നവർക്ക് ചെറുതായിട്ട് വിരലിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂക്കിലേക്ക് വലിച്ചെടുക്കുക, അതിൻ്റെ ഗന്ധം വലിച്ചെടുക്കുന്നതൊക്കെ നല്ലതാണ്. മസ്കുലാർ പെയിന്, റൊമാറ്റിക് കംപ്ലയിൻസ്, മൾട്ടിപ്പിൾ ജോയിന്റ് പെയിനുകൾ, എവിടെയുള്ള ജോയിൻസ് ആയാലും അതിൻ്റെ വേദനകളൊക്കെ മാറ്റാനായാലും, കഴുത്ത് വേദന, ബാക്ക് പെയിന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കും, മരവിപ്പ് തരിപ്പ് സ്റ്റിഫ്നെസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, കഴുത്തിലേക്കൊന്നും ശരിയായിട്ട് കഴുത്തൊന്നും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതിലൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതും പെട്ടെന്ന് ഗുണം തരുന്നതുമായിട്ടുള്ളതാണ് കർപ്പൂരാതി തൈലം. വാതദോഷം, ആമവാദം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നല്ല ഗുണം തരുന്നതാണ്. ഒന്നാമത്തേത് പറയട്ടെ, തലമുറകളായിട്ട് കൈമാറി വരുന്ന മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ധാന്വന്തരം തൈലം തന്നെയാണ് കേട്ടോ. വാദത്തെ ശമിപ്പിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും, ഞരമ്പിൻ്റെയൊക്കെ തന്നെ നശിച്ചുപോയ ഞരമ്പുകളാണെങ്കിൽ പോലും അത്രയേറെ ക്ഷയം സംഭവിച്ചിട്ടുള്ള ഞരമ്പുകൾക്ക് പോലും ശക്തി കൂട്ടുന്ന രീതിയിലുള്ള ഒന്നാണ് ധാന്വന്തരം തൈലം.